എറണാകുളം വടക്കൻ പറവൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞു. കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് ആനയിടഞ്ഞത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഒരു 7 മണിയോടുകൂടിയാണ് ഈ ആനയിടയുന്ന നിലയുണ്ടായത്. ഇപ്പോഴും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പുതിയ വിവരങ്ങൾ ആൻമരിയ? ശ്രീജിത്ത്, നിലവിലെ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമായിട്ട് തുടരുകയാണ്. ഉടനടി ആനയെ തളയ്ക്കാൻ കഴിയുമെന്നാണ് ഈ അധികൃതർ പറയുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ആന സ്ഥിതി ഉറപ്പിച്ചിരിക്കുന്നത് 2 ചുറ്റുമതിലുകൾക്കിടയിലാണ് ഇപ്പോൾ ആന സ്ഥിതി ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നതിനോ ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അപകടകരമായ ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആനയുടെ അരികിലേക്ക് എത്തി ആനയെ പെട്ടെന്ന് തന്നെ തളയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. വടക്കൻ പറവൂർ ക്ഷേത്രോത്സവത്തിനിടെയാണ് ആനയടയുന്നത്. കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് 7 മണിയോടുകൂടി ഈ ആനയടയുന്നത്. 3 ആനകളുടെ ഉത്സവമാണ്. ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ് ഇടയുന്നത്. അപ്പോൾ തന്നെ ബാക്കിയുണ്ടായിരുന്ന 2 ആനകളെയും ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് തന്നെ മറ്റൊരു അപകടകരമായ ഒരു രീതിയിലേക്ക് സാഹചര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ആദ്യം ഈ ആന ഇടഞ്ഞതിന് ശേഷം ആ ചുറ്റുമതിലുകൾ തകർക്കുകയും ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പന്തലുകളൊക്കെ നിർമ്മിച്ചിരുന്നു. ആ പന്തലുകളെല്ലാം തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആനപ്പാപ്പാൻ ഉൾപ്പെടെയുള്ളവരെ ഒരു ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ആന പോയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ ഏറെ ഭാഗ്യവുമാണ്. കാരണം മറ്റൊരു ഉത്സവമാണ്, ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പക്ഷേ ഈ ആനകളെ കാണാൻ വേണ്ടിയിട്ടും ഈ ആളുകൾ എത്തുന്നതും പൊതുവെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ആന ഈ നിലയുറപ്പിച്ചിരിക്കുന്നത് ചുറ്റുമതിലുകൾക്കിടയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ആനയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഇപ്പോൾ നിലവിൽ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആനയെ ഉടനടി തളയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. റീജിത്ത്, അൻമരിയ, ഈ പന്തൽ പൊളിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അൻമരിയ? ഈ ഇടഞ്ഞ ഒരു സമയത്ത് ആന പന്തൽ പൊളിക്കുക എന്നൊരു രീതിയിലേക്ക് കടന്നതല്ലാതെ മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. റീജിത്ത്, ശരി. ആൻമരിയ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.